أعوذ بالله من الشيطان الرجيم وهو الذي ينزل الغيث من بعد ما قنطوا وينشر رحمته وهو الولي الحميد. ഏറെ പ്രിയം നിറഞ്ഞ വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മഴയുടെ അതിൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ചും മഴ എങ്ങനെയാണ് പ്രവാചകന്മാരുടെ ചരിത്രത്തിൽ കടന്നു വരുന്നത് എന്നതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ സംസാരിച്ചത്. ലാസ്റ്റ് ഒരു എപ്പിസോഡിൽ കൂടി അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാനാണ് ഉദ്ദേശിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ സാധാരണ നമ്മൾ മഴ എന്ന് പറയുന്നതിന് അറബി ഭാഷയിൽ മത്തർ എന്ന് പറയാറുണ്ട് അല്ലേ? മത്തർ എന്ന് നമ്മൾ പഠിക്കാറുണ്ട്. ഖുർആനിൽ മഴ എന്നതിന് പല വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. മത്തർ ഉണ്ട്, ഗൈസ് ഉണ്ട്, മഴ പെയ്യുന്നതിന് അൻസൽനാ മിനസ്സമായി ഇമാഅൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ മത്തർ എന്ന് പലപ്പോഴും പ്രയോഗിച്ചിട്ടുള്ളത് ശിക്ഷയെ കുറിക്കുന്ന മഴയെക്കുറിച്ചാണ്. അതായത് ഓരോ സമൂഹങ്ങളെ നശിപ്പിക്കാനൊക്കെ അവതരിച്ചിട്ടുള്ള ശിക്ഷയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ മത്തർ എന്ന് പറയുന്ന പ്രയോഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ലൂത്ത് നബിയുടെ സമൂഹത്തെ അവസാനം അള്ളാഹു ശിക്ഷിക്കാൻ തീരുമാനിച്ചപ്പോൾ അംതർന അലൈഹിം എന്ന് പറയുന്നത് അവർക്ക് മേൽ വർഷിപ്പിച്ചു എന്നാണ്. അത് ചരൽക്കല്ലുകളുടെ മഴയായിരുന്നു. അപ്പോൾ മത്തർ എന്ന് പൊതുവെ ശിക്ഷയുടെ മഴക്കാണ് ഖുർആൻ പ്രയോഗിച്ചത് എന്ന് പറയാറുണ്ട്. അനുഗ്രഹത്തിൻ്റെ മഴക്ക് എന്താ പറയുക? അപ്പോൾ ഗൈസ് എന്നാണ് പറയുക. ഗൈസ് എന്ന് പറഞ്ഞാൽ അനുഗ്രഹത്തിൻ്റെ മഴ എന്നാണ്. അപ്പോൾ അനുഗ്രഹത്തിൻ്റെ മഴ വർഷിക്കുന്നതിനെക്കുറിച്ച് നേരത്തെ ഞാൻ ഓതി വെച്ച ആയത്ത് യുനസ്സിലുൽ ഗൈസ എന്ന് പറയുന്നത് അള്ളാഹുവാണ് അനുഗ്രഹത്തിൻ്റെ മഴ വർഷിപ്പിക്കുന്നവൻ എന്നതാണ്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ വരൾച്ചയൊക്കെ ഉണ്ടാവുന്ന സമയത്ത്, അപ്പോൾ ആ വരൾച്ച ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കില്ലേ? ഈ മഴയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുന്ന വാക്കെന്താണ്? അല്ലാഹുമ്മ അഇസ്ന ഗൈസൻ മുഈസ എന്ന് പറയാറുണ്ട്. അവിടെ ഗൈസ് എന്നുള്ള വാക്കാണ്. അത് അനുഗ്രഹത്തിൻ്റെ മഴ എന്നാണ്. അനുഗ്രഹത്തിൻ്റെ മഴ പെയ്യുമ്പോഴാണ് സസ്യലതാദികൾ വളരുന്നത്, നമുക്ക് ഫലവൃക്ഷങ്ങൾ ഉണ്ടാകുന്നത്, നമുക്ക് കുടിവെള്ളം ലഭിക്കുന്നത്. അങ്ങനെയുള്ള അനുഗ്രഹമായിട്ട് മാറുന്നത് ഈ ഗൈസ് ഉണ്ടാകുമ്പോഴാണ്. എന്നാൽ അത് ശിക്ഷയായിട്ട് വരുമ്പോഴാണ് മത്തർ എന്ന് പ്രയോഗിക്കാറുള്ളത്. അപ്പോൾ അത് അതിൻ്റെ ഇതിൽ സൂചിപ്പിച്ചതാണ്. വഹുവല്ലദി യുനസ്സിലുൽ ഗൈസ മിൻ ബഅദി മാ ഖനതു. വലിയ അർത്ഥത്തിലുള്ള വരൾച്ച ബാധിച്ചതിന് ശേഷം അവർക്ക് അനുഗ്രഹത്തിൻ്റെ സന്തോഷത്തിൻ്റെ മഴ വർഷിപ്പിച്ച് നൽകുന്നത് ആരാണ്? അള്ളാഹുവാണ് എന്ന് പറയുകയാണ്. വെള്ളത്തെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു തആല പറയുമ്പോൾ നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളത്തെക്കുറിച്ച് പരിചയപ്പെടുത്തുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതുകൂടി അതിൻ്റെ ചേർത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വെള്ളം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് കുടിക്കാനുള്ളത് മാത്രമല്ല, അത് ദാഹിക്കുന്നവർക്ക് നൽകാനുള്ളത് കൂടിയാണെന്നാണ്. ഇത് നമ്മൾ മാത്രം ഉപയോഗിക്കുക എന്നുള്ളതല്ല, മറിച്ച് അത് ദാഹിക്കുന്ന ആളുകൾക്ക് കൊടുക്കുക. അത് വളരെ പ്രധാനപ്പെട്ട. അതുകൊണ്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയേണ്ടത് അതിങ്ങനെ കുത്തകയാക്കി വെക്കരുത്. വെള്ളം എന്ന് പറയുന്നത് മറ്റാർക്കും കൊടുക്കാതെ ഇങ്ങനെ കുത്തകയാക്കി വെക്കരുത്, എല്ലാവർക്കും കൊടുക്കണം. കാരണം പൊതുവായ സാധനമാണ് വെള്ളം, അതെല്ലാ മനുഷ്യന്മാർക്കും കിട്ടണം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് വെള്ളം നൽകുക, ദാഹിക്കുന്നവർക്ക് വെള്ളം നൽകുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ സ്വതക്കയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുന്ന ഒരാൾ, അങ്ങേയറ്റം ദാഹിച്ച് വലഞ്ഞ ഒരാൾ, അദ്ദേഹം അവസാനം ഒരു കിണർ കണ്ടെത്തി ആ കിണറ്റിലിറങ്ങി വെള്ളം കുടിച്ച് കരക്ക് കയറുമ്പോൾ ദാഹിച്ചവശയായ ഒരു നായയെ കാണുകയും ആ കിണറ്റിലേക്ക് തന്നെ ഇറങ്ങിയിട്ട് തൻ്റെ കാലുറയിൽ വെള്ളം നിറച്ച് അത് കടിച്ചു പിടിച്ച് മുകളിലേക്ക് കയറി ആ നായക്ക് വെള്ളം കൊടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, അള്ളാഹു ആ മനുഷ്യൻ്റെ എല്ലാ പാപങ്ങളും പുറത്തു കൊടുത്തു എന്നാണ്. അത്രയും മഹത്തായ പ്രവർത്തനമാണ്. ഒരു ജീവിക്ക് വെള്ളം കൊടുത്തതിൻ്റെ പേരിൽ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ടു. ആളുകൾക്ക് വെള്ളം കൊടുക്കുക. അപ്പോൾ വെള്ളം തടഞ്ഞു വെക്കുക, വെള്ളത്തെ മലിനമാക്കുക എന്നതൊക്കെ വലിയ പ്രശ്നമുള്ള ഒരു കാര്യമാണ്. രണ്ടാമത്തെ ഒരു വശം വരുന്നത്, വെള്ളം എന്ന് പറയുന്നത് ദൂർത്ത് അടിച്ചു കളയരുത്. ഇപ്പോൾ കുറേ ഇല്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ദൂർത്തടിക്കും അല്ലേ? ഒരിക്കൽ ഒരു സഹാബി ഇങ്ങനെ ഓതുണ്ടാക്കണം. അപ്പോൾ ഓതുണ്ടാക്കുമ്പോൾ കുറച്ച് തോനെ വെള്ളം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് കണ്ടിട്ട് ചോദിക്കുന്നുണ്ട്, മാ ഹാദ സറഫ്, ഇതെന്തൊരു ദൂർത്താണ്, എന്തിനത്ര തോന ഉപയോഗിക്കുന്നത്? അപ്പോൾ ആ സഹാബി ചോദിച്ചു, റസൂല, ഞാൻ ഒന്നുണ്ടാക്കല്ലേ, ഒരു നല്ല കാര്യം ചെയ്യല്ലേ, അപ്പോൾ അതിപ്പോൾ ദൂർത്ത് എന്ന് പറയാൻ പറ്റുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് പറയുന്നുണ്ട്, ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു നദിയിൽ നിന്നാണെങ്കിൽ പോലും പാകത്തിന് മാത്രമേ വെള്ളം ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു പുഴയിൽ നിന്ന് ഇങ്ങനെ ഒതുണ്ടാക്കുക, അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതിപ്പോൾ
എത്ര ഉപയോഗിച്ചാലും ആ പുഴയ്ക്ക് തന്നെയല്ലേ വെള്ളം പോണത്. കുറേ നമ്മൾ മുഖത്ത് വെള്ളം ഒഴിച്ചു, കുറേ കാലും ഒഴിച്ചു വിചാരിച്ചിട്ട് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? കുറേ ഉണ്ട് ഉള്ളതുകൊണ്ട് നമുക്ക് കുറേ യഥേഷ്ടം ഉപയോഗിക്കുക എന്നുള്ളതല്ല. മറിച്ച് ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു സംസ്കാരം എന്ന് പറഞ്ഞാൽ അത് സൂക്ഷ്മതയോടെ, ഏത് കാര്യം സൂക്ഷ്മതയോടെ ഉപയോഗിക്കുമ്പോഴാണ് അതിനൊരു വില ഉണ്ടാവുക, അതിനൊരു വാല്യൂ നമ്മൾ മനസ്സിലാക്കുക. നമുക്കൊരു കുറേ ഉണ്ടാകുമ്പോൾ പലപ്പോഴും നമുക്കെന്തുണ്ടാവില്ല, ഒരു സൂക്ഷ്മത ഉണ്ടാവില്ല. പലപ്പോഴും അങ്ങനെയല്ല. ഇപ്പോൾ നമ്മളെ കയ്യിൽ വളരെ കുറേ പൈസ ഉണ്ടെന്ന് വിചാരിച്ചു, അപ്പോൾ നമ്മൾ വല്ലാണ്ടൊന്നും ഷോപ്പിങ്ങിൽ വല്ലാണ്ടൊന്നും ശ്രദ്ധിക്കില്ല, നമ്മൾ അതും ഇതൊക്കെ ഇങ്ങനെ വാങ്ങും. പക്ഷെ നമ്മൾ ഭയങ്കര ടൈറ്റാണ്, പൈസ ഇല്ല, പൈസ ഒക്കെ തീർന്നു എന്നറിയുമ്പോൾ നമ്മൾ അത്യാവശ്യമുള്ളത് മാത്രം. അപ്പോൾ നമുക്ക് ഓരോ പൈസക്കും വില ഉണ്ടാവും. നമ്മളൊരു 10 ഉറുപ്യ ചിലവാക്കുമ്പോൾ പോലും നമുക്കതിനൊരു വാല്യൂ ഉണ്ടാവും. ഈ വാല്യൂ എല്ലാത്തിനും ഉണ്ടാവണം എന്നാണ്. കാരണം ഈ ലോകത്ത് പടച്ചോൻ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കൊരു വാല്യൂ ഉണ്ട്. ഈ വാല്യൂ നമുക്ക് മനസ്സിലാവണമെങ്കിൽ ഒരു കാര്യത്തെ വളരെ സൂക്ഷ്മതയോടെ ഉപയോഗിക്കണം. അപ്പോൾ വെള്ളം നമ്മൾ വളരെ കുറച്ച് വെള്ളമുള്ള സമയത്ത് നമ്മൾ അതിങ്ങനെ കുറച്ച് സൂക്ഷ്മതയോടെ ഉപയോഗിക്കുക. അപ്പോൾ നമ്മൾക്ക് അതിന് ഭയങ്കര വാല്യൂ മനസ്സിലാവും. കുറേ ഉണ്ടാകുമ്പോൾ നമ്മൾ ഈ സൂക്ഷ്മത നഷ്ടപ്പെടുകയാണ്. അപ്പോൾ അവിടെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് എല്ലാം അള്ളാൻ്റെ അനുഗ്രഹമാണ്. അതുകൊണ്ട് അനുഗ്രഹത്തെ മറന്നു പോകുന്ന രൂപത്തിലുള്ള ഒരു ഇടപെടൽ ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് കുറേ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് യഥേഷ്ടം ഉപയോഗിക്കരുത്. മറിച്ച് അതിൻ്റെ വാല്യൂ നമുക്ക് മനസ്സിലാവണമെങ്കിൽ സൂക്ഷിച്ചുപയോഗിക്കണം എന്നാണ്. അപ്പോൾ അതിനെ ദൂർത്തടിച്ച് കളച്ച്, അത് രണ്ടാമത്തെ ഒരു പാഠമാണ്. മൂന്നാമത്തെ ഒരു പാഠം എന്ന് പറഞ്ഞാൽ വെള്ളത്തെ മലിനമാക്കരുത് എന്നാണ്. വെള്ളം, ശുദ്ധജലങ്ങളെ മലിനമാക്കാൻ പാടില്ല. അത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പഠിപ്പിച്ചൊരു കാര്യമാണ്. അതുകൊണ്ടാണ് നിങ്ങൾ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലേക്ക് നിങ്ങൾ മൂത്രമൊഴിക്കരുത് എന്നൊരു ഹദീസുണ്ട്. അപ്പോൾ അത് നമ്മൾ വിചാരിക്കും ഇതൊക്കെ ഇപ്പം എന്തിനാണ് റസൂൽ പഠിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടൊരു പാഠമാണ്. കാരണം കെട്ടിക്കിടക്കുന്ന വെള്ളം എന്ന് പറഞ്ഞാൽ കുളം പോലെയുള്ള ഒഴുകാത്ത വെള്ളമാണ്. അപ്പോൾ ഈ ഒഴുകാത്ത വെള്ളം ആളുകൾക്ക് പല കാര്യങ്ങൾക്കും ഉപകരിക്കാനുള്ളതാണ്. അപ്പോൾ അതിലേക്ക് മൂത്രമൊഴിച്ചാൽ അത് അശുദ്ധമായി പോകും, അത് കേടുവരും. അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. അപ്പോൾ മലിനമാക്കരുത്. വെള്ളം എന്ന് പറയുന്ന ആളുകൾക്ക് ഉപയോഗിക്കാനുള്ളതാണ്, മലിനമാക്കരുത്. അപ്പോൾ ഇങ്ങനെ തുടങ്ങിയ പാഠങ്ങൾ കൂടി ഈ പറയുന്ന വെള്ളത്തെക്കുറിച്ചുള്ള പാഠത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മളുടെ ഉപയോഗത്തിൽ ശ്രദ്ധിക്കണം, അതിൻ്റെ വാല്യൂ നമ്മൾ മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ വെള്ളം അത് തടഞ്ഞു വെക്കുന്നവർക്കെതിരെ അതിനെ നമ്മൾ മറ്റുള്ളവർക്ക് കൂടി കൊടുക്കാൻ നമ്മളതിൽ ഇടപെടണം. അപ്പോൾ നമ്മളുടെ സാമൂഹിക ഇടപെടലൊക്കെ ഇത് വരേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ മുമ്പ് ഒരു വലിയ ഒരു ചരിത്രം ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്കൊന്നും അത് അറിയുന്നുണ്ടാവില്ല, കാരണം നിങ്ങളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് സംഭവിച്ച കാര്യമായിരിക്കും. ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ചില കുത്തക കമ്പനികൾ, നിങ്ങൾ കൊക്കക്കോള എന്ന് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ കൊക്കക്കോള എന്ന് പറഞ്ഞാൽ എന്താ? അത് വലിയ ഭീമൻ കമ്പനിയാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ വരുമാനമുണ്ടാക്കുന്ന സോഫ്റ്റ് ഡ്രിങ്കിൻ്റെ കമ്പനിയാണ് കൊക്കക്കോള. എത്രയോ ബ്രാൻഡുകളൊക്കെ അവർക്കുണ്ട്. അപ്പോൾ അവർ നമ്മുടെ പാലക്കാട് വന്നു. ആ പാലക്കാട് പ്ലാച്ചിമട എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ അവർ വന്നിട്ട് ഫാക്ടറി ഇട്ടു. അപ്പോൾ ഇവർ ടെക്നോളജി പഠിച്ചിട്ടുണ്ട്, സയൻസ് പഠിച്ചിട്ടുണ്ട്. ഭൂമിയിൽ നിന്ന് എത്രയാണ് കൂടുതൽ വെള്ളം വലിച്ചെടുക്കാൻ പറ്റുക എന്ന ടെക്നോളജി അവർ പഠിച്ചിട്ടുണ്ട്. അതുപയോഗിച്ചിട്ട് അവർ കൂടുതൽ വെള്ളം ഇങ്ങനെ വലിച്ചെടുത്ത് കൊക്കക്കോള ഉണ്ടാക്കാൻ തുടങ്ങി. സംഭവിച്ചത് എന്താ? അതിൻ്റെ ചുറ്റും ജീവിക്കുന്ന കുറേ മനുഷ്യന്മാരുടെ വെള്ളം മുട്ടിപ്പോയി, അവർക്ക് കുടിവെള്ളം ഇല്ലാണ്ടായി. എല്ലാ വെള്ളവും ഇവർ ഉപയോഗിക്കുക. മാത്രമല്ല അവിടുത്തെ മലിനീകരണം കാരണം ആളുകളാകെ കഷ്ടപ്പെട്ടു. അവിടെ കുറേ സമരങ്ങളുണ്ടായി. അപ്പോൾ ആ സമരങ്ങളെ തുടർന്ന് ഒടുവിൽ ആ കൊക്കക്കോള കമ്പനിക്ക് അവിടുന്ന് പൂട്ടിപ്പോകേണ്ടി വന്നു. ആ സമരത്തിലൊരു ഇസ്ലാമുണ്ട്. കാരണം എന്താ? ആ ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്, വെള്ളം എന്ന് പറഞ്ഞാൽ അത് ആളുകൾക്ക് കിട്ടേണ്ട അടിസ്ഥാനപരമായ അവകാശമാണ്. ആ അടിസ്ഥാനപരമായ അവകാശത്തെ ആരെങ്കിലും ഹനിച്ചാൽ, ആരെങ്കിലും അതിനെ തകർത്താൽ അതിനെതിരെ നിങ്ങൾ നിൽക്കണം, അതിനെതിരെ പോരാടണം എന്ന് പറയുന്ന ഇസ്ലാമിൻ്റെ വലിയ പാഠം ആ സമരത്തിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ വെള്ളത്തെക്കുറിച്ചൊക്കെ മനസ്സിലാക്കുമ്പോൾ ഈ കാര്യങ്ങൾ വളരെ പ്രധാനമായിട്ട് നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു കാര്യമാണ്. ഇനി പരലോകത്തേക്ക് എത്തുകയാണ്. ആ പരലോകത്തെത്തുമ്പോഴും വെള്ളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ സ്വർഗത്തെക്കുറിച്ച് അള്ളാഹു പരിചയപ്പെടുത്തുമ്പോൾ അതിൽ കുറേ നദികൾ പരിചയപ്പെടുത്തുന്നുണ്ട്. സ്വർഗത്തിലൂടെ ഒഴുകുന്ന കുറേ നദികൾ, അവിടെ കുറേ ഉറവുകൾ, ആ ഉറവുകളുടെ പ്രത്യേകതകൾ, ആ ഉറവുകളുടെ രുചിയെക്കുറിച്ചുള്ള വർത്തമാനങ്ങൾ ഒക്കെ ഖുർആൻ പറയുന്നുണ്ട്. മാത്രമല്ല അവിടെ കുടിക്കാൻ കിട്ടുന്ന വ്യത്യസ്തങ്ങളായ പാനീയങ്ങളെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ സ്വർഗത്തിലും വെള്ളവും അതുപോലെ തന്നെ അരുവിയും അത്തരം കാര്യങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നരകത്തിലേക്ക് വരുമ്പോൾ അവിടെയും പറയുന്നുണ്ട്. അവിടെ കിട്ടുന്ന വെള്ളത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് പറയുമ്പോൾ നല്ല ചുട്ട് തിളക്കുന്ന വെള്ളമായിരിക്കും എന്നാണ്. അതായത് ഈ നരകത്തിൽ കിടക്കുന്ന മനുഷ്യന്മാർ അവരിങ്ങനെ വെള്ളത്തിന് വേണ്ടിയിട്ട് ചിലപ്പോൾ കരയും. അങ്ങനെ കരയുന്ന സമയത്ത് അവർക്ക് വെള്ളം കൊടുക്കും. ആ വെള്ളത്തിൻ്റെ പ്രത്യേകത ഖുർആൻ പറയുന്നത്
അവരത് കുടിക്കാൻ വേണ്ടിയിട്ട് അവരുടെ മുഖത്തോടടുപ്പിക്കുമ്പോൾ യഷ്ഫിൽ വുജൂ, അവരുടെ മുഖത്തെ കരിച്ചു കളയും എന്നാണ്. അത്രയും ചൂടുള്ള വെള്ളമായിരിക്കും. നമ്മളുടെ മുഖത്തോടടുപ്പിക്കുമ്പോൾ തന്നെ മുഖം കരിഞ്ഞു പോകുന്ന രൂപത്തിൽ ചൂടുള്ള വെള്ളമായിരിക്കും എന്നൊക്കെ അതിനെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നുണ്ട്. പിന്നെങ്ങനെ ഖുർആൻ പറയുന്ന മറ്റൊരു കാര്യം, ഈ നരകത്തിൽ ആളുകൾ ഇങ്ങനെ ശിക്ഷയും പ്രയാസങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗത്തിലേക്ക് ഇങ്ങനെ നോക്കുമത്രേ. ആ സ്വർഗത്തിലെ ആളുകൾ കുറേ വെള്ളം കുടിക്കുന്നു, അവരിങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ അനുഭവിക്കുന്നു. അപ്പോൾ ഇവരിങ്ങനെ വിളിക്കണം വരെ, വനാദാ അസ്ഹാബുന്നാരി അസ്ഹാബൽ ജന്ന. നരകത്തിലുള്ള ആളുകൾ സ്വർഗത്തിലുള്ള ആളുകളോട് ഇങ്ങനെ ചോദിക്കുകയാണ്, ഞങ്ങൾക്ക് കുറച്ച് വെള്ളം തരുമോ, നിങ്ങൾക്ക് അള്ളാഹു നൽകിയ വിഭവങ്ങളിൽ നിന്ന് കുറച്ച് തരുമോ എന്ന് ചോദിക്കുമ്പോൾ ഇവർ പറയും ഇല്ല, അള്ളാഹു അത് നിങ്ങൾക്ക് നിഷേധിച്ചിരിക്കുന്നു എന്നാണ്. അപ്പം ഇങ്ങനെ വെള്ളവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരലോകത്തേക്കും സ്വർഗത്തിലേക്കും നരകത്തിലേക്കൊക്കെ നീളുന്ന വർത്തമാനങ്ങളൊക്കെ ഖുർആൻ പറയുന്നുണ്ട്. അപ്പോൾ ഈ മഴക്കാലത്ത് മഴയെക്കുറിച്ചും വെള്ളത്തെക്കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുമ്പോഴും ചിന്തിക്കുമ്പോഴും അനുഭവിക്കുമ്പോഴും ഖുർആനിലൂടെ ഒരു യാത്ര, വെള്ളത്തിലും മഴയിലുമൊക്കെ അതിൻ്റെ ഒരുപാട് വർത്തമാനങ്ങളിലൂടെയൊക്കെ നമ്മളൊരു യാത്ര പോവുക, അതിലൂടെ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കുക, അള്ളാഹുവിലേക്ക് അടുക്കുക. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളെ അതിൻ്റെ പാഠങ്ങളൊക്കെ ഉൾക്കൊള്ളുന്നവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹിർ ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.